കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിൽ വിജിലൻസ് ഹൈക്കോടതിയിൽ മറുപടി നൽകി. പി ദിവ്യക്കെതിരെ അന്വേഷണത്തിന് സർക്കാരിനോട് അനുമതി തേടി എന്നാണ് വിജിലൻസ് അറിയിച്ചത്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസാണ് പരാതി നൽകിയത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, എന്താണ് വിജിലൻസ് അറിയിച്ച നിലപാട് കോടതിയിൽ? ഉമേഷ്, കഴിഞ്ഞ ദിവസമാണ് മുഹമ്മദ് ഷമാസ പി ദിവ്യക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ഹർജി അന്ന് തന്നെ പരിഗണിക്കുകയും ചെയ്തിരുന്നു. അന്ന് എന്തുകൊണ്ടാണ് വിജിലൻസ് ഈ വിഷയത്തിൽ ഇതുവരെ നടപടി സ്വീകരിക്കാത്തതെന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു. മറുപടി നൽകാനും ആവശ്യപ്പെട്ടു. ഇന്നാണ് വിജിലൻസ് മറുപടി നൽകിയത്. മറുപടിയിൽ പറയുന്നത് പി ദിവ്യക്കെതിരെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള അനുമതിക്കായി സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ്. 17A പ്രകാരമുള്ള ചട്ടം പാലിക്കേണ്ടതുണ്ട്. സർക്കാർ പ്രതിനിധി ആയതുകൊണ്ട് തന്നെ 17A പ്രകാരമുള്ള ചട്ടം പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അന്വേഷണത്തിലേക്ക് നേരിട്ട് കടക്കാത്തത്. സർക്കാർ അനുമതി കിട്ടിയാൽ തന്നെ അന്വേഷണത്തിലേക്ക് കടക്കും എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം കോടതി നിലപാട് വ്യക്തമാക്കിയത് സർക്കാരിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അത് കൃത്യമായി അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 18-ാം തീയതി ഹർജി പരിഗണിക്കും. പി ദിവ്യ കണ്ണൂർ ജില്ലാ അധ്യക്ഷയായിരിക്കെ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരിക്കെ അനധികൃതമായ ഒരു ബെനാമി കമ്പനിക്ക് പണം അനുവദിച്ചു എന്നുള്ളതൊക്കെയാണ് ആക്ഷേപം. 12 കോടിയിലധികം രൂപ അനധികൃതമായി സ്വത്ത് സമ്പാദനത്തിലൂടെ നേടിയെന്നൊക്കെയാണ് ഷമ്മാസിന്റെ പരാതിയിൽ പറയുന്നത്. നേരത്തെ വിജിലൻസിന് പരാതി നൽകിയെങ്കിലും കാര്യമായൊരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല. ഹൈക്കോടതിയെ സമീപിക്കാൻ ഷമ്മാസ് തയ്യാറായതിന് പിന്നാലെയാണ് പി ദിവ്യക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്താൻ അനുമതി തേടിക്കൊണ്ട് സർക്കാരിനെ വിജിലൻസ് സമീപിച്ചതെന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഉന്മേഷ. ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു.